കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശി ശ്രീഹരിയുടെ പൊതുദർശനം നടക്കുകയാണ്. ഇളങ്കാവിലെ വീട്ടിലാണ് പൊതുദർശനം നടക്കുന്നത്. ഷിനോജ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട് നമുക്കൊപ്പം ചേരുകയാണ്. ഷിനോജ്, അവിടെ എല്ലായിടത്തു നിന്നും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് കാണുന്നത് ഒക്കെയും. എന്താണ്, എപ്പോഴാണ് സംസ്കാരം ഉൾപ്പെടെ എപ്പോഴാണ് ഉണ്ടാവുക? പൊതുദർശനം എത്ര മണിക്കൂർ നീളും? പക്ഷേ വാക്കുകൾ കൊണ്ട് പറയാനാകാത്ത വൈകാരികമായ കാഴ്ചകൾ തന്നെയാണ് ശ്രീഹരിയുടെ വീട്ടിൽ ഈ പൊതുദർശന സമയത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂൺ 5-ന് ജോലിക്ക് വേണ്ടി ആദ്യമായി കുവൈറ്റിലേക്ക് ഈ വീട്ടിൽ നിന്ന് പോയതാണ് ശ്രീഹരി. 7 ദിവസം മാത്രമേ ആ സമയത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ എത്തിയിട്ട് ആയിട്ടുള്ളായിരുന്നുള്ളൂ. വളരെ പെട്ടെന്നുണ്ടായൊരു അപകടമായിരുന്നു. വീട്ടിലേക്ക് ആദ്യ ശമ്പളം പോലും അയക്കാൻ ശ്രീഹരിക്ക് കഴിഞ്ഞിരുന്നില്ല. ആ രീതിയിലൊക്കെ വളരെയധികം ഇവിടെ എത്തുന്ന നാട്ടുകാരുമായൊക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു ശ്രീഹരി. അതുമായൊക്കെ ഈ നാട്ടുകാർക്കൊക്കെ ഇപ്പോഴും വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളൊരു ബന്ധമായിരുന്നു ശ്രീഹരിക്കൊപ്പം ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ തുരുത്തിയിലെ യൂദാപുരം ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇളങ്കാവിലെ ഈ വീട്ടിൽ പൊതുദർശനത്തിനായി കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് 2 മണിവരെ ഈ പൊതുദർശനം തുടരും. അതിനുശേഷം വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. എന്തായാലും വാക്കുകൾ കൊണ്ടൊക്കെ പറയാനാകാത്ത വലിയ രീതിയിലുള്ള വൈകാരിക നിമിഷങ്ങൾ തന്നെയാണ് വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു കോട്ടയം സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസ്, പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസിൻ്റെ സംസ്കാരവും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 തന്നെ